ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ഐഡിയാസ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. പ്രധാനമന്ത്രിമാർ അവരുടെ പ്രത്യേകതകൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ജനനം 1889 നവംബർ 14-നാണ്. 1889 നവംബർ 14-നാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ജനനം. അദ്ദേഹത്തിന്റെ മരണം 1964 മെയ് 27-നാണ്. അദ്ദേഹത്തിന്റെ മരണം എന്നാണ് 1964 മെയ് 27-നാണ് ജവഹർലാൽ നെഹ്റു അന്തരിച്ചത്. അപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. എന്തൊക്കെയാണെന്ന് ഈ ക്ലാസ്സിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യ വിദേശകാര്യ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യ വിദേശകാര്യ മന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ തവണ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ തവണ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. അതുപോലെ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയുമാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. എന്താണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത്? പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആദ്യ വിദേശകാര്യമന്ത്രി, ഏറ്റവും കൂടുതൽ തവണ പ്രധാനമന്ത്രിയായ വ്യക്തി, ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി. ഇവയൊക്കെ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്: ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി. അടുത്തതായി നമുക്ക് പറയാം, അവിശ്വാസ പ്രമേയത്തെ നേരിട്ട ആദ്യ പ്രധാനമന്ത്രി. അവിശ്വാസ പ്രമേയത്തെ നേരിട്ട ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ചാണക്യ എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയിരുന്ന പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ചാണക്യ എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയിരുന്ന പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ചാച്ചാജി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ചാച്ചാജി എന്നറിയപ്പെട്ടിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി, അവിശ്വാസ പ്രമേയത്തെ നേരിട്ട ആദ്യ പ്രധാനമന്ത്രി, ചാണക്യ എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയിരുന്ന പ്രധാനമന്ത്രി, ചാച്ചാജി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ നമുക്ക് പറയാം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് നെഹ്റുവാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? നെഹ്റുവാണ്. 1938 രൂപീകൃതമായ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ആരാണ്? ജവഹർലാൽ നെഹ്റു. 1938 രൂപീകൃതമായ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് ജവഹർലാൽ നെഹ്റു. എന്താണ്? ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി, ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് നെഹ്റുവാണ്. 1938 രൂപീകൃതമായ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ഇവയൊക്കെ ആരാണ്? ജവഹർലാൽ നെഹ്റു. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആദ്യ ചെയർമാനാണ് ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിക്കപ്പെട്ടത് നെഹ്റുവാണ്. എനിക്ക് ശേഷം അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കും എന്ന് ഗാന്ധിജി പറഞ്ഞത് ആരെ കുറിച്ചാണ്? നെഹ്റുവിനെ കുറിച്ചാണ്. എന്താണ്? ഇതൊക്കെ PSCക്ക് ചോദിക്കാവുന്നതാണ്, ഈ കൊട്ടേഷനൊക്കെ. എനിക്ക് ശേഷം അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കും എന്ന് ഗാന്ധിജി പറഞ്ഞത് ആരെ കുറിച്ചാണ്? നെഹ്റുവിനെ കുറിച്ചാണ്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആദ്യ ചെയർമാൻ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിക്കപ്പെട്ടത് നെഹ്റുവാണ്. എനിക്ക് ശേഷം അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കുമെന്ന് ഗാന്ധിജി പറഞ്ഞത് ആരെ കുറിച്ചാണ്? നെഹ്റുവിനെ കുറിച്ചാണ്.
ചേരിചേര പ്രസ്ഥാനത്തിന്റെ മുഖ്യ ശില്പികളിൽ ഒരാളായ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. എന്താണ്? ചേരിചേര പ്രസ്ഥാനത്തിന്റെ മുഖ്യ ശില്പികളിൽ ഒരാളായ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. ഭാരതരത്ന ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചായത്തി രാജ് എന്ന പേര് നൽകിയതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. എന്തൊക്കെയാണ്? ചേരിചേര പ്രസ്ഥാനത്തിന്റെ മുഖ്യ ശില്പികളിൽ ഒരാളായ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഭാരതരത്ന ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി, പഞ്ചായത്തി രാജ് എന്ന പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു ആണ്, തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. എന്താണ്? പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനമാണ് നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം. നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നു. എന്താണ്? നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആചരിക്കുന്നു. അതുപോലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. എന്താണ്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി, നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? ശാന്തിവനം, നെഹ്റുവിന്റെ ജന്മദിനമായി നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നു, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇത്രയും കാര്യങ്ങളാണ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പ്രധാനമായും നമുക്ക് പറയാനുള്ളത്. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.